അദ്ദേഹം വളരെ മോശമായ പരാമർശം എന്നെക്കുറിച്ച് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എൻ്റെ പ്രാർത്ഥനയിൽ ഒരു കാര്യം, ഈ പിണറായി വിജയനെ പോലെ അഴിമതിക്കാരനാകരുതെന്നും അദ്ദേഹത്തിൻ്റെ നിലവാരത്തിലേക്ക് ഞാൻ താഴ്ന്നു പോരുന്നതാണ് ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടിയാണ്, ചോദിച്ചു വാങ്ങിച്ചാണത്. ആ മറുപടി ചോദിച്ചു വാങ്ങിച്ച മറുപടിയാണ്. ഞങ്ങൾ ഉയർത്തിയ വിഷയം അത് വളരെ ഗൗരവത്തോടുകൂടി ഞങ്ങൾ ഇനിയുള്ള ദിവസവും സഭയിൽ ചർച്ച ചെയ്യും. അതെന്താണ്? മലപ്പുറം, കേരളം മുഴുവൻ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന സ്ഥലമാണ്, ഹവാല പണം നടത്തുന്ന സ്ഥലമാണ്. ആ പണം മുഴുവൻ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് ഈ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തി PR ഏജൻസികളെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കാതെ ഡൽഹിയിലെ മീഡിയയിൽ മുഴുവൻ, നാഷണൽ മീഡിയയിൽ മുഴുവൻ പ്രചരിപ്പിച്ചു. മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിയിലും പുറത്തു നടക്കുന്ന നീക്കങ്ങളുടെ പുറകിൽ ഈ കള്ളക്കടത്ത് സംഘമാണ്, കള്ളക്കടത്ത് പിടിച്ചതുകൊണ്ടാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഈ കള്ളക്കടത്ത് പണം രാജ്യദ്രോഹ കുറ്റത്തിന് വേണ്ടിയാണ്, രാജ്യദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെലവാക്കുന്നതെങ്കിൽ ഒരാളെ ഈ മുഖ്യമന്ത്രിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തോ? ഒരാളെ? അപ്പോൾ ഇത് വെറും പൊളിറ്റിക്കൽ അജണ്ടയാണ്, സംഘപരിവാർ അജണ്ടയാണ്, ജനങ്ങളെ ഭിന്നിപ്പിക്കുക. സെപ്റ്റംബർ 13 ഈ PR ഏജൻസി നാഷണൽ മീഡിയയ്ക്ക് മുഴുവൻ ഈ വാർത്ത കൊടുത്തു. സെപ്റ്റംബർ 21 മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞല്ലോ, പ്രസ് സെക്രട്ടറി ഹിന്ദുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു മലപ്പുറം എന്ന് പരാമർശിച്ചിട്ടില്ല. സെപ്റ്റംബർ 21 മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട്. 29 ഹിന്ദുവിൽ PR ഏജൻസി വഴി ഇന്റർവ്യൂ കൊടുത്തു. എന്നിട്ട് PR ഏജൻസി വളരെ മോശമായ പരാമർശങ്ങൾ കേരളത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് മലപ്പുറത്തെക്കുറിച്ച് നടത്തി. അപ്പൊ കേരളത്തെക്കുറിച്ച് വളരെ മോശമായ ഒരു ഇമേജ് ദേശീയ തലത്തിൽ ഉണ്ടാക്കുക. ഈ കള്ളക്കടത്ത് നടത്തുന്നതും ഹവാല നടത്തുന്നതും തെറ്റാണ്. അത് ഒരു കമ്മ്യൂണിറ്റി മാത്രമാണ് അത് നടത്തുന്നത് എന്ന് വരുത്തി തീർത്ത് സംഘപരിവാർ ചെയ്യുന്നത് പോലെ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ പിണറായി വിജയനും കൂട്ടുകാരും ശ്രമിക്കുന്നു. അതിനാണ് PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. ഇത് കേരളത്തിന് മുഴുവൻ ദേശീയ തലത്തിൽ അപമാനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ 3 സ്ക്രിപ്റ്റ് 13 PR ഏജൻസി കൊടുത്തത്, 21 മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, 29 ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ, 3 സ്ക്രിപ്റ്റും ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ്. അതിന്റെ പുറകിൽ ഈ വിഭജിക്കാനുള്ള അജണ്ടയാണ്. സംഘപരിവാറിന്റെ അതേ വഴികളിലൂടെ പിണറായി വിജയനും CPM-ഉം യാത്ര ചെയ്യുന്നു. അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. ഞങ്ങൾ കേരളത്തെ പ്രതിരോധിക്കും. ഇന്ന് ഉണ്ടായത് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെസിഫിക്കായിട്ട് നിയമസഭയിൽ ഉന്നയിക്കാനുള്ള ആദ്യത്തെ അവസരം, അത് അടിയന്തര പ്രമേയമല്ല, ആദ്യത്തെ അവസരം ക്വസ്റ്റ്യൻ എന്നുള്ള നിലക്ക് സ്പെസിഫിക്കായിട്ട് ആ വിഷയങ്ങളൊക്കെ അടങ്ങിയ ചോദ്യമാണ്, മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാണ്. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളാണ് ഒറ്റയടിക്ക് സഭാതലത്തിൽ നിന്ന് മാറ്റി അതിനൊരു പ്രിൻ്റഡ് ആയിട്ടുള്ള, അതാണ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിലേക്ക് മാറ്റിയത്. അതിൻ്റെ പ്രാധാന്യം കുറക്കാനും അതിൽ നിന്ന് ഒളിച്ചോടാനുമാണ്. അതിനെയാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇന്ന് ആദ്യം അതിനെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ വിഷയങ്ങളൊക്കെ പോലീസിൽ നടക്കുന്ന മലപ്പുറത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, മലപ്പുറം എന്ന വാക്കൊരു ബാഡ് ടേസ്റ്റിൽ ഉന്നയിച്ചുകൊണ്ട്, ഒരു ജനവിഭാഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ കേരളത്തെക്കുറിച്ച് BJP പറയുന്നുണ്ട്. മലപ്പുറം എന്ന പ്രദേശത്തെ ഒരു ബാഡ് ടേസ്റ്റിൽ ഉന്നയിച്ചുകൊണ്ട് ഇവർ പറയുന്നു. അങ്ങനെ നടക്കുന്ന ഒരു വലിയ ക്യാമ്പയിനെതിരായി അതെന്തുകൊണ്ട് നിങ്ങൾ നടത്തുന്നു, ഇത് തെറ്റല്ലേ എന്ന് തുടങ്ങി ഓരോ കാര്യങ്ങളും വളരെ സ്പെസിഫിക്കായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് സഭാതലത്തിൽ നിന്ന് മാറ്റിയത്. അതാണ് ഞങ്ങൾ ഇന്ന് വളരെ ഗൗരവമായി ഉന്നയിച്ചത്. സ്വാഭാവികമായി ഇത് സ്പീക്കറോടാണ് ചോദിക്കുന്നത്. സ്പീക്കർ എന്തുകൊണ്ട് സ്പീക്കർ സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റുന്നതല്ല, എല്ലാവർക്കും അറിയാം. ഗവൺമെൻറ്റാണ് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത്. അതിനെയാണ് ഞങ്ങൾ വളരെ ഗൗരവത്തോടെ എന്തുകൊണ്ട് ഒളിച്ചോടുന്നതിന് ഉത്തരം വേണം എന്ന് പറഞ്ഞുകൊണ്ട് നടുത്തളത്തിൽ ഇറങ്ങിയത്. നടുത്തളത്തിൽ ഇറങ്ങുക എന്നൊരു അസാധാരണ സംഭവമല്ല.
സ്പീക്കർ ഈ ചോദ്യങ്ങൾ സഭാതലത്തിൽ മാറ്റിയതിനെ ചോദ്യം ചെയ്തത്, അതുപോലെ തന്നെ ഇന്ന് സഭയിൽ വലിയ ഗൗരവമുള്ള തരത്തിൽ സഭാതലത്തിൽ സംഭവവികാസങ്ങളുണ്ടായത് അതുകൊണ്ടാണ്. ഈ മലപ്പുറം എന്ന വാക്കും ഉപയോഗിച്ച് ഒരു ജനവിഭാഗത്തെ മുഴുവൻ മോശമാക്കി, അങ്ങനെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ മുഴുവൻ മോശമാക്കി, കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ മുഴുവൻ വർഗീയവൽക്കരിച്ച് കാണിച്ച് BJP കേന്ദ്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇവരിവിടെ ചെയ്യുന്നത് അതിനെ ഞങ്ങൾ തുടർന്നും ചോദ്യം ചെയ്യും. യാതൊരു സംശയവും വേണ്ട. അതാണ് ഇന്നുണ്ടായത്, അതാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, മുഖ്യമന്ത്രി ഈ സഭ ഇന്ന് നടന്നു പോകരുതെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹം പ്രതിരോധത്തിലാവുമെന്നറിയാം. അതിനാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചനുസരിച്ചിട്ട് ചോദ്യം പോലും അദ്ദേഹം പറയേണ്ട മറുപടിയാണ്. അദ്ദേഹം പ്രതിരോധത്തിലാകുമെന്ന് കരുതിയാണ് ചോദ്യം പോലും വരാതെ, സഭയിൽ വരാതെ അദ്ദേഹം ശ്രദ്ധിച്ചത്. അദ്ദേഹം ഭയന്നാണ് ഇരിക്കുന്നത്, ഭീതിയിലാണ് നിൽക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യനായി കേരളത്തിലെ മുഖ്യമന്ത്രി നിൽക്കുകയാണ്. അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങളെല്ലാം ഹാസ്യ പരിപാടിയായിട്ട് മാറി. ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ അഹഹ എന്ന് മറുപടി പറയുന്ന മുഖ്യമന്ത്രിയായി കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. ആ സ്ഥിതിയിലേക്ക് മുഖ്യമന്ത്രി തരം താഴ്ന്നു. അപ്പൊ അത് പറഞ്ഞപ്പോ അദ്ദേഹം പ്രകോപിതരായി. ഞങ്ങൾക്കെന്താ? ഇദ്ദേഹം ആരെയാ പേടിപ്പിക്കുന്നത്? ഞങ്ങളെയാ? വേറെ ആളുകളെ നോക്കിയാൽ മതി. ഞങ്ങളൊന്നും ഈ മുഖ്യമന്ത്രിയുടെ ഉമ്മാക്കി കണ്ട് പേടിച്ചോടി പോകുന്നതല്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അക്കമിട്ട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അണിനിരത്തും. അത് ചോദ്യം ചെയ്യും. നിയമപരമായ നടപടികൾ ഞങ്ങൾ തേടും. വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങൾ MLA-മാർ ഒറ്റക്കെട്ടായി സർക്കാരിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരായി ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധമുയർത്തിയപ്പോൾ, കേരള ജനത അറിയേണ്ട വിഷയങ്ങൾ ചോദ്യത്തിലൂടെ നിയമസഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ, അവിടെ ഒളിച്ചോട്ടം നടത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് ആ ചോദ്യങ്ങൾ മുഴുവൻ തിരസ്കരിച്ച നമ്മുടെ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ഒന്നിച്ചൊഴിവാക്കിയ ഒരു സംഭവം സമീപകാലത്ത് ഉണ്ടായിട്ടില്ല, നമ്മുടെ ആരുടെ അറിവിലില്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി ഇത് ഗവൺമെന്റ് വളരെ ആസൂത്രിതമായി ചെയ്തതാണ് എന്ന് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും ഉൾപ്പെടെ നിയമസഭയിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനോട് തൃപ്തികരമായ മറുപടി പറയുന്നതിന് പകരം കേരളത്തിൽ മുഖ്യമന്ത്രിയും ഭരണമുന്നണിയും ഉയർത്തിയ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന, മതപരമായി ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ഒരു വലിയ ശ്രമത്തിന് ഗവൺമെന്റ് കൂട്ടുനിന്നു. അതിൽ ജനങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. അത് ഗവൺമെന്റ് അതിന് മാന്യമായ ഒരു നിലപാടെടുക്കുന്നതിന് പകരം വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള സമീപനമെടുത്തു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നിയമസഭ ബഹിഷ്കരിച്ച് ഞങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. സർക്കാർ ഇന്ന് മനഃപൂർവ്വം ഒരു പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ സ്റ്റാർട്ട് ചോദ്യങ്ങൾ അൺസ്റ്റാർട്ട് ആക്കി മാറ്റിയത് അത് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളുടെ മേൽ ലംഘനമാണ്. അത് ചോദ്യം ചെയ്യപ്പോൾ അതിന് നേരെ പ്രകോപനപരമായ മറുപടിയാണ്